ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ കൂറ്റുവ നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. തിരുക്കലന്തയിലായിരുന്നു കൂറ്റുവ നായനാരുടെ ജനനം. ശത്രുക്കൾക്ക് അദ്ദേഹം യമനായിരുന്നു. അതുകൊണ്ടാവാം കൂറ്റുവ എന്ന പേര് വന്നതും. പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ മഹിമ അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. മുടക്കം വരാതെ ഉരുവിട്ടുകൊണ്ടിരുന്നു. ശിവഭക്തരെ സേവിക്കുന്നതിലും അദ്ദേഹത്തിന് ഉത്സാഹമുണ്ടായിരുന്നു. ഭഗവത് പ്രീതിയുള്ളതിനാൽ എല്ലാ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചോള പാണ്ഡ്യ രാജ്യങ്ങളിലെ സ്ഥലങ്ങൾ അദ്ദേഹത്തിന് കീഴിൽ വന്നു. ചിദംബരത്തിലെ 3000 ബ്രാഹ്മണരോട് തന്നെ രാജാവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അവർ നിരസിച്ചു. എതിർപ്പ് പ്രകടിപ്പിച്ചതിൽ നായനാരോടുള്ള ഭീതി കൊണ്ട് അവർ ചിദംബരം വിട്ടു. പൂജ ചെയ്യാനുള്ള ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹവും നായനാരുടെ ആവശ്യം സമ്മതിച്ചില്ല. നായനാർ ഭഗവാനോട് ശരണം പ്രാപിച്ചു. ഭഗവാൻ തന്നെ തന്റെ കാലുകൾ നായനാരുടെ തലയിൽ വെച്ച് കിരീടധാരണം നടത്തി. ഭക്തന്റെ പ്രാർത്ഥനയുടെ തീവ്രത മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ ഭഗവാൻ ഇടപെടും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഭൂമിയിൽ ജീവിച്ച് നായനാർ കൈലാസത്തിലേക്ക് യാത്രയായി. 3000 ബ്രാഹ്മണരോട് തന്നെ രാജാവാക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവർ നിരസിക്കുകയും ഒരു ശരണാഗതി ഭഗവാനിൽ ഉണ്ടാവുകയും ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് കിരീടധാരണം ചെയ്തു എന്ന് കഥയിൽ പറയുന്നുണ്ട്. നായനാർ തന്റെ ആത്മബോധത്തിലേക്ക് ഉയർന്നു ശിവതത്വത്തിലൂടെ എന്ന ആന്തരിക അർത്ഥം കൂടി ഇതിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓം ശിവശക്തൈക്യ രൂപിണേ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.